നമസ്കാരം. Hi, very good morning viewers. You are here back with Jeevan TV's Pularkalam at 7:30 a.m. ഇന്നത്തെ ലക്കി കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. ആൻഡ് ടുഡേ ഈസ് ഫ്രൈഡേ. എൻ്റെ ഫ്രണ്ട് ഇതിനകത്ത് മെയിൽ അയച്ചിരിക്കുന്നത് ഫ്രൈഡേ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ദിവസമാണ്. അങ്ങനെയല്ല, ഫ്രൈഡേ എന്ന് പറയുന്നത് ഫ്രൈയിങ് ഡേ അല്ല, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ. അതായത് ഒരു വീക്കെൻഡിന് തൊട്ട് മുമ്പേ കിട്ടുന്ന പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. സാറ്റർഡേ സൺഡേ ഇസ് ഗോയിങ് ടു ബി ദ വീക്കെൻഡ് അല്ലേ? അപ്പോൾ അത് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഫ്രൈഡേ. സോ ഇന്നത്തെ ദിവസം ഒരു പിങ്കിഷ് ടോൺ വീട്ടിലേക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ പിങ്ക് ഷർട്ട്, പിങ്ക് കാറില്ല അല്ലേ, സ്കൂട്ടേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പിങ്ക് റോസ്, പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അല്ലേ, പിങ്ക് ഫ്ലവേഴ്സ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും ഒരു പിങ്ക് കളർ കൊണ്ടുപോയി ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കും എന്തായിരുന്നാലും. സോ ബി വിത്ത് us in പുലർക്കാലം. അത് നമ്മൾ ഈ പുലർക്കാലത്തിലൂടെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ സന്തോഷങ്ങൾ, നല്ല നിമിഷങ്ങളൊക്കെയാണ്. ഓരോന്നും ഓരോ അറിവിന് വഴിതെളിക്കുകയാണ്. ഈ അറിവാണ് പിൽക്കാലത്ത് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയുണ്ടാക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താ വിഷയം, ദാറ്റ് മീൻസ് തോട്ട് ഓഫ് ദ ഡേ. അതായത് സാധാരണ നമ്മുടെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് നമ്മൾ മനസ്സുടഞ്ഞ് വിഷമിച്ചു പോവും, ഒരു ഡിജക്റ്റഡായി പോവും. ഈ ഓരോ റിജക്ഷനും എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ ഒന്നുകൂടി നല്ലതിലേക്ക് റീഡയറക്റ്റ് ചെയ്തതുപോലെ വേണം നമ്മളതിനെ എടുക്കാൻ. അയ്യോ ഞാൻ എൻ്റെ എല്ലാം നശിച്ചു പോയെന്ന് പറഞ്ഞ് ഇരിക്കാതെ, ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഏതോ വേറൊരു നല്ലൊരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്, അതിലേക്ക് എന്നെ നയിക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ നമുക്കൊരു കാല് പോലും എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിഷമങ്ങൾ മാറിക്കിട്ടാൻ ചിന്താഗതികളെ നമ്മൾ നന്നാക്കുക, ഏത് കാര്യത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. അപ്പോൾ ഡിജക്റ്റഡ് ആവാതെ പുതിയ കാര്യങ്ങൾ ബെറ്ററിലേക്കാണ് ഞാൻ പോകുന്നതെന്നൊരു ഉത്തമ കരിയറിലൊക്കെ തന്നെ ഒരുപാട് പേർക്ക് അവരുടെ വാതിലുകൾ കുട്ടിയടയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെക്നിക്കൽ പീപ്പിൾസ്, അതായത് ടെക്നിക്കൽ ഹാൻഡ്സ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ പലരും പഠിച്ച് നന്നായതിനു ശേഷം ഇവർക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടില്ല, അവരുടെ വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ ഡോർ വിൽ ഗെറ്റ് ഓപ്പൺഡ്. അതൊരു ബെറ്റർ ഡേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നോക്ക് ദ ഡോർസ് ഓഫ് യുവർ ഫോർച്യൂൺ. ഏറ്റവും നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും എനിക്ക് ഇതാണ് ഏറ്റവും നല്ലത്, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന്. പക്ഷെ ഇതല്ലായിരിക്കും നമുക്ക് നല്ലത്. ഇതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു കാര്യം ഞാൻ ഈ അടുത്ത കാലത്ത് വാട്സാപ്പിൽ എനിക്ക് എൻ്റെ മകൾ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ വലിയൊരു ടെഡി ബെയർ പുറകെ വെച്ചിട്ട് മുന്നിലൊരു ചെറിയ ടെഡി ബെയർ ഒരു കുട്ടിക്ക് കൊടുക്കാതെ ഇങ്ങനെ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വിചാരിക്കുകയാണ് എന്തുകൊണ്ട് ഈശോ എനിക്ക് ആ ടെഡി ബെയർ തരുന്നില്ല എന്ന്. കാരണം അദ്ദേഹം ഒന്നുകൂടി വലുതായിട്ടൊരു നല്ലൊരു ടെഡി ബെയർ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എനിക്കൊന്ന് ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മളെല്ലാവരും നമ്മളെ പ്രതിഷ്ഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈശ്വരൻ വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമുക്ക് തരാനായിട്ട് ഈ ചെറിയ കാര്യങ്ങൾ നമ്മളിൽ നിന്നും മാറ്റിവെച്ചു എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, നേട്ടങ്ങൾ, സന്തോഷം ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു പിടി നല്ല ചിത്രങ്ങൾ, കുടുംബ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഓർത്തോർത്ത് ചിരിക്കാനും ആസ്വദിക്കാനും അല്ലേ, നമ്മളൊരു സിനിമയ്ക്കൊക്കെ പോകുന്നത് ഭർത്താക്കന്മാർക്ക് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ എന്ന് കാണിച്ചു കൊടുത്ത സംവിധാനം കൂടി. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നത് ഒരു അല്പം എൻ്റർടൈൻഡ് ആവാനായിട്ടാണ്. കരയാനും പിഴിയാനൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരമുള്ളപ്പോൾ ഒന്ന് മതി മറന്നിരുന്ന് ഹാവൂ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറയാനായിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ എങ്ങനെ പോയി എന്നറിയാതെ ചിലവഴിക്കാൻ പറ്റണം എന്ന ഒരു രീതിയും കൂടിയുണ്ട്. അതിനൊരു വലിയ ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഒരുപാട് മുഖവുര പറയുന്നില്ല, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സജി സുരേന്ദ്രൻ. താങ്ക് യു. അതിഥി എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ പ്രേക്ഷകർക്കൊക്കെ നമ്മളെ ഒരു വീട്ടില് എന്റെ ചേച്ചി, എന്റെ ചേട്ടൻ, എനിക്ക് ഈ ഇതിൽ ഷോയിൽ പറഞ്ഞപ്പോൾ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോണേക്കാളും വീട്ടിലേക്ക് വരുന്നതാണ്. സജിയെ ഞാൻ കണ്ടത് സൈലൻസ് എന്ന് പറഞ്ഞൊരു സീരിയലിന്റെ സമയത്ത് അല്ലേ? അല്ലല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈലൻസിനൊക്കെ എത്രയോ മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കാം. ഞാൻ അതിന്റെ അസോസിയേറ്റ് ആയിരുന്നപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞാൻ സജി ആദ്യമായിട്ട് വിജി തമ്പി സാറിന്റെ ഒരു സെറ്റിൽ ഞാൻ അഭിനയിക്കാൻ പോയപ്പോ ഒരു ചെറിയ പയ്യൻ, എന്ത് നല്ലൊരു പയ്യൻ, ഭയങ്കര ഭാവിയുള്ളൊരു ചെറുക്കനാ. അല്ല, ആ കുട്ടി
അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേര് എങ്ങും എത്താതെ നിന്നപ്പോൾ സജി മാത്രം, അന്ന് അസോസിയേറ്റ്സ്, നമ്മുടെ തമ്പി സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടിരുന്ന സജി സുരേന്ദ്രൻ ഇന്ന് ഷീ ടാക്സി വരെ നിൽക്കുന്ന ഒരു നല്ല ഗ്രാഫാണ് സജി ഉണ്ടാക്കിയത്. ദൈവം തരുന്നതാണ്. ചേച്ചി എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം രാധേ കൃഷ്ണ എപ്പോഴും, ഞാൻ തിരിച്ചു അങ്ങനെയല്ല. അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നമുക്ക് മുകളിലുള്ളൊരു ശക്തിയാണ്. അപ്പം നമുക്കിതെല്ലാം തരുന്നത് അങ്ങനെ അല്ലാതെ നമ്മുടെ ഒരു കഴിവിനും അപ്പുറം. അപ്പം നമ്മളെക്കാൾ കഴിവുള്ള എത്രയോ പേരുണ്ട്. അപ്പൊ ദൈവാധീനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ ഒരു സുഹൃതം കൊണ്ടോ കിട്ടുന്നതാണ്. അപ്പൊ അത് അങ്ങനെ അല്ല, സജി പറയുന്നതിനകത്ത് ഒരു എളിമയുണ്ട്, ഓക്കെ, ഒരു ദൈവാധീനം ഗുരുത്വം. പക്ഷെ സജിയുടെ ഒരു വലിയൊരു അധ്വാനമുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും അധ്വാനം ഇല്ലാതെ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. എനിക്ക് സജി എടുത്ത് ഭയങ്കര അമേസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഈ ഒരു ചെറുപ്പക്കാരൻ ഇത്രയൊരു ലെവലിലേക്ക് വളർന്നു വരാൻ ഭയങ്കരമായി പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, ഫോക്കസ്ഡ് ആയിരുന്നിരിക്കും, പല കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ചേച്ചി, സിനിമയിലേക്ക് വരണം എന്നുള്ളത്. അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുമായിരുന്നു. അത് ആക്ച്വലി സിനിമ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ഷൻ ആയിരുന്നില്ല, സിനിമയുടെ ഗ്ലാമർ ലോകമായിരുന്നു മനസ്സിൽ. അഭിനയിക്കണം. ജയറാമേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജയറാമേട്ടൻ്റെ ഇന്നലെയൊക്കെ ഇറങ്ങിയ സമയത്ത് ആ ഹെയർ സ്റ്റൈല്, സ്കൂളിൽ അതിനെങ്ങനെ ജയറാമേട്ടൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 10th കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഓട്ടോഗ്രാഫ് തരാറുണ്ട്. എൻ്റെ വീട്ടിൽ 3 ഓട്ടോഗ്രാഫ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഡിയർ ജയറാം, ഡിയർ ജയറാം, ഡിയർ ജയറാം കളിയാക്കുന്നതാണ്. ബ്രാക്കറ്റിൽ സജി, പാർവതിയുമായിട്ട് ബ്രാക്കറ്റിൽ സംഘു. ചേച്ചിക്കാരെ അന്ന് സ്കൂളിൽ പഠിച്ച തന്നെയാണ് സംഘു, എൻ്റെ വൈഫ്. പാർവതി ബ്രാക്കറ്റിൽ സംഘുവുമായി ബൈക്കിൽ പോകുമ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് മൈൻഡ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ കളിയാക്കുന്നത്. എന്നാ വാശിയാ. അപ്പോൾ വാശിയും കൂടെ സിനിമ ഞാൻ വരുന്നുണ്ട്. പക്ഷെ 10th കഴിഞ്ഞ സമയത്ത് തന്നെ പപ്പൻ ബൈറ്റുള്ള ഡയറക്ടർ ടെലി സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ അതിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ലൊക്കേഷനിലുള്ള ടെക്നിക്കൽ, അദ്ദേഹം ആക്ഷൻ കട്ട് പറയുന്നതും ട്രാക്ക് ആൻഡ് റോളി ലൈറ്റപ്പ് ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ക്രൈസ് അതിനോട് തോന്നി. അതുവരെ ഇതിന്റെ ഈ ലോകം നമുക്കറിയില്ല. നമുക്കൊരു ഗ്ലാമർ ലോകം മാത്രമാണ് നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മൾ വായിക്കുന്നതൊക്കെ നടന്മാർ. പക്ഷെ ഇതിനകത്ത് എന്തോ ഒരു ഫസ്റ്റ് വർക്കിൽ എനിക്ക് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു സാർ എനിക്കിത് അഭിനയിക്കണമെന്നായിരുന്നു ഇത്രയും നാൾ. അഭിനയിച്ചു, നിങ്ങളൊക്കെ നല്ലതെന്ന് പറയുന്നു. കുമരകൻ്റെ സാർ ഞാനും കൂടെ ഒരുമിച്ച് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഉപ്പ് പറ്റുന്ന ടെലി മൂവിയായിരുന്നു. പക്ഷെ ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചു ഈ പപ്പൻ ബൈറ്റിലോട്. അതിനെന്താ അടുത്ത വർക്ക് നീ ഇതിന്റെ എഡിറ്റിംഗ് കൂടിക്കൊന്നു. അങ്ങനെയാണ് എനിക്ക് അതിനോടൊരു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ ശരിക്കും അതാണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ വിജയ് തമ്പി സാറിന്റെ കൂടെ വരികയും ചേച്ചി ഒരു ഡാൻസറായിട്ട് തന്നെ അഭിനയിച്ച ഒരു മ്യൂസീഷ്യനായിട്ട് അഭിനയിച്ച. അതിനുവേണ്ടി കുറെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് ഓർമ്മയുണ്ടോ? തമ്പുരു പിടിച്ചിരിക്കുന്നത് വലിയ ലാമിനേറ്റ് ചെയ്ത അവസാനം ഞാനാ കൊണ്ടുതന്ന ചേച്ചിയുടെ വീട്ടിൽ എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അതൊരു നല്ല സീരിയൽ കില്ലറിന്റെ ഒരു കഥയായിരുന്നു. നല്ല അന്നത്തെ ഒരു സൂപ്പർ വർക്കായിരുന്നു ലാലേട്ടൻ്റെ. ആ സിനിമ പോലെ ആയിരുന്നു ശരിക്കും. സിദ്ദിഖേട്ടന്റെ ഒക്കെ ഒരു പവർഫുൾ ക്യാരക്ടർ അല്ലായിരുന്നു. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയ ഒരു ഈ മിനി സ്ക്രീനിൽ തമ്പി ഒരു ഡിറ്റക്റ്റീവ്, ഒരു നമ്മളിങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് ഇരുന്ന ഒരു സംഭവം. അന്ന് കണ്ട സജിയാണ് ഇന്നൊരു വലിയ സംവിധായകനായിട്ട്. നിങ്ങളൊക്കെ സീരിയൽ ഫീൽഡിൽ നിന്ന് പോയപ്പോൾ സീരിയൽ വീണ്ടും നാടകമായി. നമ്മൾ ആ സമയത്തും എനിക്ക് എന്റെ ഒരു ഭാഗ്യം, ഇപ്പം ചേച്ചിയൊക്കെ അഭിനയിച്ച മേഘം പോലുള്ള സീരിയലുകൾ, മന്ദാരം പോലുള്ള സീരിയലുകൾ ചെയ്യാൻ കഴിഞ്ഞപ്പോ എനിക്ക് പ്രഷർ ഇല്ല ചേട്ടാ. അതായത് നിങ്ങൾ ഒരു ദിവസം 3 എപ്പിസോഡ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രഷർ തരാതെ നിങ്ങൾ ചെയ്യും. സത്യം പറഞ്ഞാൽ സജി, ഞാൻ ഇപ്പോഴും സീരിയലിന്റെ സെറ്റിൽ പോകുമ്പോൾ ഒരു നേരമെങ്കിലും ഞാൻ നിങ്ങളെ ഓർക്കും. കൃത്യമായി തുടങ്ങി 9 മണിക്ക് പാക്കപ്പ് പറഞ്ഞു പോകുന്ന ഒരേ ഒരു സംവിധായകൻ. ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും എപ്പോഴാണ് പാക്കപ്പ് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേ നടനെ ബേസ് ചെയ്തുള്ള സംവിധായകനാണ് നമ്മളത് അങ്ങനെ പിഴിഞ്ഞെടുത്ത് അവരെ സ്ട്രെസ് കൊടുത്തിട്ട് പിറ്റേ ദിവസം വീണ്ടും രാവിലെ പറഞ്ഞു 7 മണിക്ക്. അങ്ങനെ അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. അതിനോട് നമുക്ക് അന്നും താല്പര്യമില്ല. ഇപ്പം ഞാനും അനിൽ നായർ, അനുചേരനൊക്കെ എൻ്റെ എല്ലാ സീരിയൽസും അനുചേരനല്ലേ. അപ്പം അന്നും നമുക്ക് ഈ വിഷ്വൽസിനും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ നമ്മൾ സീരിയൽസിന്, ഇപ്പം ആലിപ്പഴം തന്നെ സീരിയൽ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു വിഷ്വൽസ്. ഫസ്റ്റ് സീരിയലാണ് എൻ്റെ. അപ്പം അന്ന് മുതൽ നമ്മൾ അതിന് ശ്രദ്ധിച്ചിരുന്നു. അപ്പം 3 ടെലിഫിലിം ലാലേട്ടനോടൊപ്പം, ജി എ ലാലേട്ടനോടൊപ്പം 3 ടെലിഫിലിം. അതായത് എന്റെ ഫസ്റ്റ് വർക്ക് ഡിസംബർ മിസ്റ്റ്. ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ആക്ഷനും കട്ടും പറയുന്നത് അനൂപ് മേനോന്റെ മുഖത്ത് ക്യാമറ വെച്ചിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഒരു കാറിൽ വന്നിറങ്ങുന്ന അനൂപിന്റെ മുഖത്ത് ഫസ്റ്റ്. അതാണ് എന്റെ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതാണ്. അതിന് തന്നെ ചേച്ചിക്കറിയാം ഈ സ്റ്റേറ്റ് അവാർഡ്, ക്രിറ്റിക്സ് അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ വർഷത്തെ എല്ലാ അവാർഡ്സും ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് അതിന് എനിക്ക് പെർമിഷൻ തന്ന വേണുനാഗവള്ളി സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ, സജി ഇതിനകത്തൊരു ഫിലിമിന്റെ ഗ്രാഫ് ഉണ്ട്. സജിയുടെ ഈ വർക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സീരിയൽ ചെയ്യാൻ വിളിക്കും, പോവരുത് കേട്ടോ. ഫസ്റ്റ് ഡേ ടെലികാസ്റ്റ് എന്ന വൈകുന്നേരം ഞാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് എന്താ പറയാ പീഡനങ്ങൾ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഇത് എനിക്ക് കിട്ടിയത്, ഒരു സ്ലോട്ട് കിട്ടുന്നത്. അത് തന്നത് അനൂപ് പറഞ്ഞിട്ട് ഈ വേണുനാഗവള്ളി സാറാണ്. അപ്പൊ എനിക്ക് അന്ന് വൈകുന്നേരം ആ ടെലികാസ്റ്റിന് ശേഷം അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു, സജി ഞാൻ ഈ
ചാനലിൽ ഈ പ്രോഗ്രാം ചീഫ് പ്രൊഡ്യൂസർ ആയിരുന്നതിന് ശേഷം ഞാൻ ഒരുപാട് വലിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഷോർട്ട് ഫിലിമിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോള് കിട്ടിയത്. ഇത് സജിക്കൊരു ഇതായിരിക്കും സജിയുടെ ലൈഫിൽ, ഇതൊരിക്കലും ഇത് കണ്ടിട്ട് സീരിയൽസ് ചെയ്തു പോരുത്, സിനിമയൊക്കെ ഇപ്പോഴേ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അനൂപമായിട്ടുള്ളൊരു സൗഹൃദം എങ്ങനെയാ? അത് വിജി തമ്പി സാറിന്റെ ചേച്ചി ആദ്യം തെറ്റിച്ച് പറഞ്ഞ സൈലൻസ് എന്ന് പറഞ്ഞ സീരിയൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റിനൊക്കെ ശേഷം മഹാത്മാഗാന്ധി കോളനിക്കൊക്കെ ശേഷമാണ് സൈലൻസ് വരുന്നത്. അതില് ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ ആവശ്യമുണ്ട് നമുക്ക്. മേനോൻ ബാലേന്ദ്രൻ സാറാണ് അതിന്റെ മെയിൻ. ഒരു കോർട്ട് റൂം ഡ്രാമയാണ്, മൊത്തം ഒരു അഡ്വക്കേറ്റ് കണ്ടുപിടിക്കുന്ന ഡിറ്റക്റ്റീവ് സംഭവം. ഈ ലാലേട്ടൻ തന്നെയാണ് അത്. മെറിലാൻഡിൽ സെറ്റ് ഇട്ടിരുന്നതാണ്, ഫുൾ ഒരു കോടതി സെറ്റ് ഇട്ടിരുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ജ്യോതിർമയി ആയിരുന്നു അന്ന് നായിക. ജ്യോതിർമയിയുടെ നായകനാക്കാൻ വേണ്ടി സുന്ദരനായ ചെറുപ്പക്കാരൻ അന്വേഷിച്ച് അനൂപിലെത്തി. അനൂപിനെ വിളിപ്പിച്ചിട്ട് ടെന്നീസ് ക്ലബ്ബിൽ വിളിപ്പിച്ച് വിജി തമ്പി സാർ, അന്ന് 7 Arts സുജയകുമാർ സാറൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഇങ്ങനെ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോ അനൂപ് അന്ന് ഒരു നായകനായിരുന്നു, ആങ്കറായിരിക്കുന്ന സമയത്ത് അന്ന് ഒരു നായകനും ചോദിക്കാത്ത ഒരു പ്രതിഫലം അവിടെ ചോദിച്ചു. എന്നിട്ട് അപ്പൊ എല്ലാരും അങ്ങ് ഞെട്ടിപ്പോയി. അപ്പൊ അല്ല ഇത് ഇത്ര അല്ല എനിക്ക് ഇത്രയും വേണം. അനൂപ് കൂളായിട്ട് അങ്ങ് പോയി, ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനുണ്ട്, GA ലാലേട്ടനുണ്ട്, വിജി തമ്പി സാറുണ്ട്, 7 Arts സുജയകുമാർ സാറുണ്ട്. അപ്പൊ എല്ലാവരും ഇവനിതെന്ത് ചാടാ, ആകെപ്പാടൊരു ആങ്കറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാശ് ഇന്നിവിടെ അഭിനയിക്കുന്നവർ മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്കഷൻ. അപ്പൊ എല്ലാവരും വിചാരിച്ചു അനൂപ് ചാടയാണ് മറ്റാണെന്ന് വെച്ചാൽ. പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഇതിന് പകരം നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ ഒരു ഡിസ്കഷനിൽ ആരുടെ പേര് വന്നപ്പോ പറഞ്ഞ ആള് എനിക്ക് അരുൺ ഘോഷ് ആണെന്നും തൃശ്ശൂരിൽ നിന്ന് വന്ന് താമസിച്ച് അഭിനയിച്ചിട്ടുമ്പോൾ അനൂപ് ചോദിക്കുന്നതിൽ അത്ര പൈസ വരുന്നില്ല. അപ്പൊ ഞാൻ വെച്ചാൽ ഇങ്ങനെ നോക്കി അനൂപ് തന്നെയല്ലേ, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. പിന്നെ അവൻ LLB ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അപ്പൊ ഒരു ടിപ്പിക്കൽ ജൂനിയർ അഡ്വക്കേറ്റിൻ്റെതായ എല്ലാ ജസ്റ്റേഴ്സും മാനേഴ്സുകളും വരും. നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെയാണ്, എപ്പോഴാണോ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അനൂപിനെ ഫിക്സ് ചെയ്തിട്ട് എനിക്ക് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, GA ലാലേട്ടനും പറഞ്ഞു ജാടാ. ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ അയ്യോ ഇവനെന്തൊരു കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടമാണല്ലോ. പിള്ളേരെ നമുക്ക് തോന്നിയത് അവനവന്റെ റെമൻഡേഷൻ പറഞ്ഞതല്ലേ ഉള്ളൂ. വളരെ ചൈൽഡിഷ് നേച്ചറും വളരെ ഹ്യൂമറസ് ആസ്വദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതിന് അന്ന് തുടങ്ങിയ ബന്ധമാണ് വെച്ച് ഇങ്ങോട്ട് ഇത് ശ്രീ ടാക്സിൽ വന്നിരിക്കുന്നത്. അതൊരു സിനിമാ ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെ പ്രൊഫഷണൽ ബന്ധമല്ല. നമ്മളിപ്പോ ഞാനും ചേച്ചിയും കണ്ട അങ്ങനെയാണോ? അല്ല, വളരെ സ്നേഹമാണ്. അതുപോലെയാണ് അനൂപമായിട്ടുള്ള ഒരു ബന്ധം. ഇപ്പോഴും പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ഇത്ര ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് 5 മിനിറ്റ് വരാൻ വൈകിയത് പുറത്തേക്ക് വിളിച്ചു അനൂപ്. അവിടെ ഞാൻ അനൂപാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബന്ധമാണ്. അതിപ്പോ സിനിമ ഇല്ലെങ്കിലും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അന്ന് ആ സംവിധാന മോഹമാണ് ഡിസംബർ മിസ്റ്റ് ആയിട്ട് വന്നത് അല്ലേ? അതിനുശേഷം ചെയ്ത ടെലിഫിലിംസ് തൊട്ടടുത്ത വർഷം അത് 3 എഴുതിയത് GA ലാലേട്ടനാണ്. അപ്പൊ ഞാനും അനൂപും ലാലേട്ടനുള്ള ട്രയോ. സജി എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഒരു ഭയങ്കര ആത്മബന്ധം ഉണ്ടാവും. അത് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നല്ല ചേച്ചി, ആരുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ഒരു വർക്ക് വൈസ് ഞാൻ പറയാം. ആ വർക്ക് വൈസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ ക്യാരി ചെയ്തു. എനിക്ക് ഭയങ്കര സിങ്ക് തോന്നി കഴിഞ്ഞാൽ അതിങ്ങനെ. അതാണ് ഇപ്പൊ കൃഷ്ണേട്ടന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് അനിൽ മോഹൻ അല്ലേ, അനിച്ചേട്ടൻ, അനിൽ നായർ, അനിച്ചേട്ടൻ എല്ലാം 7 മെഗാ സീരിയൽ ചെയ്ത് 7 മെഗാ സീരിയലും 7 സിനിമ ചെയ്ത് 7 സിനിമയും. ഒരു ഭയങ്കരമായ ഒരു ടീം വർക്ക് ഉണ്ട് അല്ലേ സജിക്ക്? അതൊക്കെയാണ് സജിയുടെ അടുത്ത് കണ്ടുപഠിക്കേണ്ടത്. പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് സജിയുടെ സിനിമയ്ക്കുള്ള ഒരു ഗുണം, ഒരു DTS സിനിമ തിയേറ്ററിൽ കയറിയിരുന്ന് കണ്ടാൽ പോലും ഒരു പൈസ പോലും ലോസ് ആവത്തില്ല. എല്ലാത്തിനും കാണും. ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് ഷെയർ. ഇപ്പൊ 150 റുപ്പീസിന് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാവ്യ മാധവനുണ്ട്, അനൂപ് മേനോനുണ്ട്, ഇതിലെല്ലാം ഉപരി കൃഷ്ണ പൂജപ്പുരയുടെ സ്ക്രിപ്റ്റ് ഡിവൈഡ് ചെയ്ത് പൈസ നോക്കിയാൽ പോലും എക്സസ് കാണും. ഒരു പോപ്കോൺ എനിക്ക് തോന്നുന്നു ഇന്നേ വരെ ഗണേശന്റെ ലൈഫിൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരു മണ്ടൻ പോലീസ്. ഇന്ന് എല്ലാ ഇപ്പൊ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് റിവ്യൂസിലും ട്രെയിലർ കാണുമ്പോ ഞാൻ അത് അന്ന് തുടങ്ങിയ ഒരു സ്വപ്ന അല്ല എന്ത് സീരിയലാണ് മേഘം. മേഘത്തിലാണ് ഗണേശൻ അത് ആ സൗഹൃദമാണ്. അത് തന്നെയാണ്. അത് ഇങ്ങോട്ട് മേഘത്തിൽ ചെയ്തു, മന്ദാരത്തില് ഗണേശൻ അഭിനയിച്ചതില്ല. ഞാൻ ഇതുവരെ എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആ സീരിയലാണ് മേഘം. മന്ദാരം. എനിക്ക് ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് സജിയോട് റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെ ഇരിക്കണം, എന്ത് വേഷമിടണം, എന്ത് ഈവൻ ഡീറ്റെയിൽസ് വരെ എല്ലാം വന്ന് സജി ഇങ്ങനെ സജിക്ക് ഒരു ക്ലിയർ കട്ട് വ്യൂ ഉണ്ട്. ഇങ്ങനെ വേണം, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എൻ്റെ കഥാപാത്രം ഇങ്ങനെയാണ്. അപ്പൊ നമ്മളൊന്ന് ചോദിക്കുക സജി ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ രാജേട്ടനോട് പറഞ്ഞു, രാജേട്ടനോട് എന്റെ താരം പറഞ്ഞു, രാജ സ്ക്രിപ്റ്റ് ഞാൻ ഇടയ്ക്ക് നല്ല സ്ക്രിപ്റ്റ് എഴുതും, വെളിയിലുള്ളവർക്കൊന്നും അറിയത്തില്ല. എന്റെ സ്വകാര്യമായ കാര്യമാണ്. എന്റെ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്ത് എന്റെ തിയേറ്ററിൽ തന്നെ അത് ഹിറ്റും. ഞാൻ എന്റെ മകളും ഞാനും മാത്രമുള്ള ലോകത്ത് കുറെ കഥകളൊക്കെ പറയും. അപ്പൊ ഞാൻ താരം എൻ്റെ അടുത്ത് പറഞ്ഞു, രാജ സജിയെ കണ്ടു പഠിക്കണം. ഒരു പാവപ്പെട്ട ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ കഴുത്തിലെ മാല എന്തായിരിക്കണം, മുത്ത് എന്ത് കളറായിരിക്കണം, അവൾ ക്യൂടെക്സ് ഇടാൻ പാടില്ല.
വളരെ മൈന്യൂട്ടായിട്ട്. ഞാനത് സജിയുടെ നിന്നാണ് പഠിച്ചത്. സജി ഒരു സംവിധായകൻ, പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ ഒരു പിന്നീടൊക്കെ ഈ അസോസിയേറ്റ്സോ അസിസ്റ്റൻസോ അവർ മാത്രമാണ് ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ലെവലിലോട്ടായി. ഞാൻ അതിലൊരു വ്യത്യാസം ആഴക്കടലില് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ആഴക്കടലിൽ മുത്തിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് സജി. കാരണം എന്താ പറയാ, there is a pearl deep oceanൽ. അല്ല അതിലെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ടുപേര്, ഒന്ന് മേഘത്തിൽ ബാലേന്ദ്രമേനോൻ സാറും, രണ്ട് ഫോർ ഫ്രണ്ട്സിൽ കമലഹാസൻ സാറുമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പൊ ഡയറക്ടേഴ്സ് ആക്ടറായിട്ടോ ആക്ട്രസ് ആയിട്ടോ വന്ന് നിന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷീ ടാക്സി, ഇപ്പോൾ കാവ്യ എടുത്ത് പറയുന്നത് ടാക്സി ബേസ്ഡ് കഥയാണ്. കാവ്യ വനിതാ ടാക്സി ഇന്ന് വരെ നമ്മൾ മലയാള സിനിമയിൽ വന്നിട്ടില്ല, അങ്ങനെ ഒരു കഥാപാത്രമാണ്. അതിപ്പോ ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളൂ ആ ഒരു ഷീ ടാക്സി സമ്പ്രദായം. അത് കേരളത്തിൽ സിനിമയിൽ വരുന്നു പറഞ്ഞ ഒരു വലിയ കാര്യം. അപ്പൊ അത് സിനിമയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ കാവ്യ പോയിട്ട് ഷീ ടാക്സി ഡ്രൈവർ എങ്ങനെ വണ്ടി ഓടിക്കുന്നു, എങ്ങനെ നോക്കുന്നു, എങ്ങനെ ചിരിക്കുന്നു എന്ന് പഠിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ ഇത് ഞാനും കൺഫ്യൂസ്ഡ് ആകും, കാവ്യയും കൺഫ്യൂസ്ഡ് ആകും. പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വേറൊരു കോൺസെപ്റ്റാണ്. അപ്പം അത് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് സീറോ ആയിട്ട് വന്ന് നിൽക്കുമ്പോഴാണ് നമുക്കത് മോൾഡ് ചെയ്ത് നമുക്ക് ഏറ്റവും ദിവസം നമ്മുടെ കഥ നമുക്കറിയാം, അവരുടെ ജീവിത രീതിയും അവർ ചിലപ്പോൾ ഒരു കസ്റ്റമറുടെ അടുത്ത് ഡീൽ ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ വേറെ രീതിക്കും. നമ്മളിത് ഒരു ഫൺ മൂവിയാണ്. എന്താണ് ഇപ്പം നമ്മളെ സിനിമയിൽ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്നതെന്ന് വെച്ചാൽ പിള്ളേരും ഫാമിലിയും വന്ന് തലതല്ലി ചിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഈ ഷീ ടാക്സി സംഭവം ഫുൾ ഫണ്ണാണ്. അപ്പം പിള്ളേർ ലാസ്റ്റ് ഷോട്ട് വരെയും ചിരിച്ചിട്ട്, ഇന്നലെ എത്ര പേരാണ് ഇപ്പൊ ഡയറക്ടേഴ്സ് ആയിട്ടായാലും ഇൻഡസ്ട്രിയിലുള്ളവരും അല്ലാത്തവരും നമ്മൾ വിളിക്കാൻ നമുക്ക് സന്തോഷം തോന്നുന്നു. വെച്ചാൽ ടിക്കറ്റ് ഇല്ല, മ്യൂസിക് ഡയറക്ടർ ബിജി ബാലിന് ടിക്കറ്റ് ഇല്ലാന്ന് വിളിച്ചു, ഞാനും ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഈ ഫാമിലീസിനും കുട്ടികൾക്കും ഒരുപോലെ ചിരിക്കാനുള്ളതാണ്. ടിപ്സ് ഫോർ ദ ഓഡിയൻസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്രാൻബെറി ജ്യൂസ് എന്നൊരു ജ്യൂസ് ഉണ്ട്. അത് സാധാരണ എല്ലായിടത്തും കിട്ടുന്ന ഒന്നാണ്. ഈ ക്രാൻബെറി ജ്യൂസ് വളരെ നല്ലതാണ് സാധാരണക്കാർക്ക്. യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരാതെ നമ്മളെ രക്ഷിക്കുന്നത് ഈ ജ്യൂസാണെന്നാണ് പറയുന്നത്. അത് അത്രയും പവർഫുള്ളാണ്. കാരണം ഈ യൂറിനറി ട്രാക്കിനോട് ബാക്ടീരിയ വന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഈ ക്രാൻബെറി ജ്യൂസിന് സാധിക്കുന്നതാണ് പറയുന്നത്. ഒരുപാട് സാധാരണക്കാർ, ഒരുപാട് ട്രാവൽ ചെയ്യുന്നവർ, പല ദേശത്തേക്ക് പെട്ടെന്ന് പോകേണ്ടി വരുന്നത്, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ. അപ്പോൾ വെള്ളത്തിലൂടെയും ഹൈജീനിക് അല്ലാത്ത ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞ, ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഓഫീസിലൊക്കെ വലിയ ഇഷ്യൂ ആണത്. അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കുന്നത് ഒരു പക്ഷേ ഒരു ക്രാൻബെറി ജ്യൂസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ ജ്യൂസും കൂടി കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കഴിക്കുക. ഇത്തരം പ്രതിവിധികൾ ഒരു അസുഖം വരാതെ നിങ്ങളെ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇൻഫെക്ഷൻ ക്രാൻബെറി കൊണ്ട് മാത്രം ആവത്തില്ല. ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, യു ഹാവ് ടു കൺസൾട്ട് വെരി സീനിയർ ഡോക്ടർ ഇഫ് അറ്റ് ഓൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ. ഇത് വരാതിരിക്കാനുള്ളൊരു പ്രതിവിധിയാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഈ സ്ട്രെസ്, ഞാൻ ശരിക്കും സീരിയൽ ചെയ്യുമ്പോൾ എല്ലാം ചേട്ടാ ലവ് സ്റ്റോറീസ് ആയിരുന്നു. അവിടെ നിന്ന് സിനിമയിലേക്ക് വന്നു എല്ലാം കോമഡി. അതെങ്ങനെ മലയാള സിനിമയിൽ പ്രിയദർശനാണ് എന്റെ റോൾ മോഡൽ പ്രിയൻ സാറാണ്. ഞാനൊരു സിനിമ മിക്സ് ചെയ്യണമെങ്കിൽ തന്നെയും പ്രിയൻ സാറിന്റെ സ്റ്റുഡിയോ മദ്രാസിൽ പോയിട്ടാണ് ഞാൻ കഴിഞ്ഞ 6 സിനിമ, ഈ ഒരു സിനിമ മാത്രമാണ് ആ മദ്രാസിൽ പ്രിയൻ സാറിന്റെ സ്റ്റുഡിയോ നിന്ന് രാജനെ ട്രിവാൻഡ്രത്ത് വരുത്തി. അതെനിക്കൊരു ലാസ്റ്റ് മിനിറ്റ് ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഇത് മിക്സ് ചെയ്തത്. അല്ലെങ്കിൽ പ്രിയൻ സാറിന്റെ ഫോർ ഫ്രണ്ട്സിൽ പോകുമ്പോൾ എനിക്ക് കാരണം ഇത്രയും എനിക്ക് ആരാധനയുള്ള മനുഷ്യനില്ല. ഇത്രയും എന്റെ ഒരു അങ്ങനെ ഡൈ ഹാർഡ് ഫാനാണ് പ്രിയൻ സാർ. കിലുക്കോ ആയാലും തേന്മാൻ കുമ്പത്തായാലും അരം പ്ലസ് ആയാലും എല്ലാം എത്ര വന്നാലും നമ്മൾ ചാനലിൽ ഇപ്പോഴും ഇരുന്ന് കാണില്ലേ. ഇപ്പോഴും നമ്മൾ സ്ട്രെസ്സിന്റെ ഇടയിൽ ഭയങ്കര ടെൻഷൻ അടിക്കുമ്പോൾ ഈ കിലുക്കം കുറച്ച് നേരം നമ്മൾ അറിയാണ്. ഇതാണ് ഞാൻ മനസ്സിലേക്ക് അതാണ് ഞാൻ ഇവരാണ് നമ്മൾ ചിരിക്കാതെ ഒരു കുറച്ചേരം ഇരിക്കാന്നുള്ളതിന് ഞാനൊരു 500 രൂപ അവന് അങ്ങോട്ട് കൊടുക്കാം. പക്ഷെ അല്ല, ഭയങ്കരമായ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ അതിനകത്ത് ജയറാമിന്റെ ക്യാരക്ടറൊക്കെ ചിലപ്പോ ഒരു പക്ഷെ ഞാൻ താരയോടൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ സീൻ വരുമ്പോ എന്റെ മോളെ എന്നെ നോക്കും, ചുമ്മാ എന്നെ നോക്കരുത്, ഞാൻ അതല്ല. കാരണം ഞാൻ വളരെ വൃത്തികെട്ടവനാണ്, ഞാൻ ഭയങ്കര മറ്റവനാണ്, ഞാൻ ഭയങ്കര ഒരു ഭാര്യയുടെ ഒരു ബാക്ക് സജഷനിൽ കണ്ടിട്ട് തിരിച്ചത് ഭാര്യ അല്ലാന്നറിയാം. അല്ല, ഇവരെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു നിങ്ങളുടെ ക്യാരക്ടേഴ്സിലൊക്കെ? ഞാൻ ഇത് ഇപ്പം എല്ലാവരും വിജയമാണ്. അത് നമ്മളിപ്പോ ചേച്ചി നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളൊരു
എനിക്ക് ഇന്നത് മതി എന്ന് പറയില്ല. ഇപ്പം ഞാൻ നേരത്തെ കാവ്യടുത്ത് പറഞ്ഞാലും ഇവരുടെ സജഷൻ, ഇപ്പം ഹ്യൂമർ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇപ്പം ജയറാമേട്ടനും ഇന്ദ്രജിത്തും ജയശ്രീയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വന്ന അവസ്ഥയിലും ചോദിക്കാം. ഒരാളെ നമുക്ക് എല്ലാം ബോണ്ട് ആൾക്കാർ. അപ്പം ഇവരിൽ നിന്നും ചെറിയ നല്ല സാധനങ്ങൾ കിട്ടും. അതെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ചേട്ടൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ കൃഷ്ണമണി ഇങ്ങനെ ആക്കുന്നത്, അത് ജയറാമേട്ടൻ ഇത് കണ്ട് ഞെട്ടി താഴെ പോണെന്നേ ഞാൻ പറഞ്ഞോളൂ. ജയറാമേട്ടൻ ടേക്കിലൊരു സാധനം കിട്ടും ഇങ്ങനെ തിയേറ്ററിൽ സത്യമായില്ലേ നോൺ സ്റ്റോപ്പ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഒരിക്കലും ഭാവന ഇങ്ങനെ എണീറ്റ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് സുരാജ് പറയും, അപ്പൊ ഇതാണല്ലേ നിങ്ങളെ പരിപാടി, എങ്കിൽ എനിക്കും കൂടെ ഇത് ഈ എനിക്കും കൂടെ ഒളിച്ചിരുന്ന് വെള്ളം അടിക്കാണല്ലേ, എന്തൊരു ടെൻഷൻ അല്ലേ. ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് ഒരു സിനിമ ചെയ്യാനായിട്ടുള്ള തുടക്കം? എവിടെ വെരി ഫസ്റ്റ് അല്ല, നമ്മൾ ഏത് സിനിമ ചെയ്യാനായിട്ട് ഇപ്പൊ എല്ലാം ഹ്യൂമറാണ് സബ്ജക്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്ത അതിനേക്കാളും വലിയ ഹിറ്റാണ് അത് അടുത്ത അല്ലേ. ഒരു സംവിധായകന്റെ തലയിൽ ഒരു വലിയ ഭാരം ഇങ്ങനെ വെച്ച് തരും. പ്രൊഡ്യൂസേഴ്സ് ആയാലും പ്രേക്ഷകരായാലും ആർട്ടിസ്റ്റുകളെല്ലാവരും ഭയങ്കരമായ ഒരു ബേർഡൻ ആണത്. അപ്പൊ നിങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടി ഒരു സബ്ജക്ട് എടുക്കുന്നത്? തീർച്ചയായിട്ടും ഞാനും കൃഷ്ണേട്ടനും ഒക്കെ കൂടെയാണ് എല്ലാ സിനിമയിലെ സ്ക്രിപ്റ്റ് കൃഷ്ണേട്ടനാണ്. അപ്പം എനിക്ക് കൃഷ്ണേട്ടൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധി കോളനി എന്ന് പറഞ്ഞൊരു സീരിയൽ വിജയ് തമ്പി സാർ, എനിക്കാണ് മലയാള സീരിയൽ ചരിത്രത്തിൽ ആദ്യത്തെ ത്രൂ ഔട്ട് ഡെയിലി സീരിയൽ ഹ്യൂമർ സീരിയലാണ്. എന്നും ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അത് ഞാൻ അത്ഭുതത്തോടെ ഈ കൃഷ്ണേട്ടനെ ഞാൻ കണ്ടു. ഞാൻ വിജയ് തമ്പി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ മഹാത്മാഗാന്ധി കോളനി സീരിയൽ ചെയ്യുന്നത്. അന്നേരമാണ് ഒരു സ്കൂട്ടറിൽ വന്നിറങ്ങുന്ന കൃഷ്ണേട്ടനെ കാണുന്നത്. നർമ്മ കോളങ്ങൾ പറയത്തില്ല. ഞാൻ ഒരിക്കൽ കണ്ടു. അപ്പൊ നമസ്കാരം, എനിക്ക് നിങ്ങളെ അറിയാൻ കേട്ടോ, താരകല്യാണ നിങ്ങളൊന്നും ബസ്സിൽ വിടും. ഞാൻ പറഞ്ഞല്ല, നിങ്ങളാണ് ഈ കോമഡി ഒക്കെ എഴുതുന്നത്. പക്ഷെ കൃഷ്ണേട്ടൻ്റെ അടുത്ത് 10 മിനിറ്റ് ഇരുന്ന് നോക്കും, നമ്മൾ ചിരിച്ച് രക്ഷയിലുണ്ടാവും. അപ്പൊ കൃഷ്ണേട്ടൻ ഈ നർമ്മ കോളങ്ങളൊക്കെ എഴുതുന്നതിന്റെ ഇടയിൽ നിന്നാണ് കൃഷ്ണേട്ടൻ അവിടെ വന്നത്. അപ്പൊ ഞാൻ ഈ ഒരു വർഷക്കാലം ആ സീരിയലിന്റെ അസോസിയേറ്റും ചില സമയത്ത് തമ്പി സാറില്ലാത്തപ്പോൾ ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഈ കൃഷ്ണേട്ടൻ എങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഹ്യൂമർ വരുന്നത് ഞാൻ നോക്കി. അപ്പം ഞാൻ ആലോചിച്ചു, എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചിരിപ്പിക്കുന്ന ഒരു, കാരണം എനിക്കിഷ്ടം പ്രിയൻ സാറിനെയാണ്, അല്ലെങ്കിൽ രോഹിത് ഷെട്ടി, ഹിന്ദിയിലാണെങ്കിൽ രോഹിത് ഷെട്ടി ചെയ്യുന്ന ഗോൽമാൽ റിട്ടേൺസ് ഒക്കെ പോലത്തെ അങ്ങനത്തെ പടങ്ങളാണ്. കാരണം നമ്മളെന്തിനാണ് ഏറ്റവും സ്ട്രെസ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 2.5 മണിക്കൂർ ഒന്ന് എല്ലാം റിലാക്സ് ചെയ്യാനാണല്ലോ സിനിമയ്ക്ക് പോകുന്നത്. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പൊ അത് എനിക്ക് അങ്ങനെയാണ് ഞാൻ ശരിക്കും ഓരോ സീരിയലിൻ്റെ ഇടയിൽ. ഇപ്പം ആലിപ്പഴം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സിനിമാ മോഹം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഞാൻ മദ്രാസ് യാത്രയൊക്കെ നടത്തും. അവിടെ പോയി പലരും ഉർവശി ചേച്ചിയായിട്ട് നല്ല ബന്ധം, ഉർവശി ചേച്ചിയുടെ അടുത്ത് പോവുക, ഉർവശി ചേച്ചി വഴി ശ്രീനിയേട്ടനെ പരിചയപ്പെടുക, അങ്ങനെ പല ഡിസ്കഷൻസ്. തിരിച്ചു വരും, വീണ്ടും അടുത്ത സീരിയൽ മേഘം, അതിൻ്റെ ഷെഡ്യൂളിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ മേഘം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ മദ്രാസ് യാത്ര സ്ഥിരമാക്കിയപ്പോഴത്തേക്ക് അവിടെ എനിക്കൊരു പ്രോജക്റ്റ് ഏകദേശം റെഡിയായി. ഉർവശി ചേച്ചി, ശ്രീനിയേട്ടൻ. കമലഹാസൻ വെച്ചൊരു പ്രോജക്റ്റ് ആ സിനിമ എയർപോർട്ടിൽ കമലഹാസൻ വരുമ്പോ ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, കമലഹാസനായിട്ട് വന്നിട്ട് പോലും കമലഹാസന്റെ ക്യാരക്ടറായിട്ടാണ് അതിനകത്ത് ഫീൽ ചെയ്യുന്നത്. അത് സത്യമായിട്ട് അതൊരു ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അതാണ്. ഈ കമൽ സാറ്, മേനോൻ സാറൊക്കെ നമ്മുടെ മുമ്പ് വന്നിട്ടേ അവര് അത് നമ്മൾ ഡയറക്ടറാണെന്ന് ഞാൻ റെസ്പെക്ട് തന്നിട്ട് അവരായിട്ട് ഞാൻ സാർ എന്ന് വിളിച്ചിട്ട് കമൽ സാർ നമ്മളെ ഞാനൊക്കെ അങ്ങ് വല്ലാണ്ട് ചൂളി പോയിട്ടുണ്ട്. ചേച്ചി കമൽ സാർ സാർ ഓക്കെ സാർ உங்களுக்கு இப்போ അത് 1 more വേണമെന്നാ சொல்லுங்கோ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇല്ല സാർ ഓക്കെ. അതായത് ഒരു 10 പേജ് കണ്ട് വരുന്ന റൗണ്ട് റോൾ ഷോട്ട് വിത്തൗട്ട് പ്രോംപ്റ്റിങ് ഈ ജീനിയസ് എന്ന് പറഞ്ഞാൽ കമൽ സാർ ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കിയിട്ട് ഞാൻ മോണിറ്റർ വന്നത് റീവൈൻഡ് ചെയ്ത് കണ്ടിട്ട് ഞാൻ എന്തോ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെ നിന്ന് നോയിക്കൊണ്ടിരിക്കുക മനുഷ്യൻ. ഞാൻ സാർ ഇരിക്കുന്ന സാർ ഇല്ല എന്നെ പിടിച്ച് ഞാൻ അറിഞ്ഞില്ല സാർ അവിടെ നിൽക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഈ ഷോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ഇത് എപ്പോഴാണ് ഇതുവഴി ആളിനിടെ കൂടെ നടന്ന് ഇവിടെ വന്ന് നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ മോണിറ്റർ നോക്കിക്കൊണ്ടിട്ട് ഞാൻ അനുചേരനെ നോക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോ എന്റെ ബാക്കിൽ ഇങ്ങനെ കൈ തട്ടിക്കുന്നു. ഓക്കെ സാർ എന്ന് വെച്ചാൽ ഞാൻ പോയി സാർ ഇരിക്കുന്ന സാർ ഞാൻ അനുചേരൻ ഇല്ല உங்களுக்கு പോലും 1 more എങ്കേത് ഏതാവത് പ്രശ്നം എന്നാ சொல்லுங்க എന്നൊക്കെ ഞാൻ ഇല്ല സാർ ഓക്കെ. അദ്ദേഹം ഒരു രൂപ പോലും നമ്മുടെ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. അത്ര ആരാധനയാണല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് നിങ്ങളുടെ ആ സബ്ജക്ട് അതിന്റെ ഒരു എലമെന്റ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ അത് റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ജയറാമേട്ടനുള്ള ഒരു സൗഹൃദം ഭയങ്കരമാണ്. അത് ഒരിക്കൽ നമുക്ക് എന്തെങ്കിലും ഒരു പുസ്തകം എഴുതാണെങ്കിൽ അന്ന് ഒരു ദിവസത്തെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് ഫുൾ ബുക്ക് എഴുതാം. അത്രമാത്രം ഒരു ഷോട്ട് കഴിയുമ്പോൾ ഞങ്ങളെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ, ജയസൂര്യ, ചാക്കോച്ചൻ, ജയറാമേട്ടൻ പണ്ട് ഫസ്റ്റ് സിനിമ മുതൽ ഇങ്ങോട്ടുള്ള കഥകൾ പറയുക. ഈ പറയുന്ന കണക്ക് സത്യൻ മാസ്റ്ററോടൊപ്പം ബ്ലഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ കാറിൽ പോയ വിഷയങ്ങൾ, വിദ്യാമയമായിട്ടുള്ള സൗഹൃദം എല്ലാം ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മളെ അത്ഭുതപ്പെടുത്തി.
ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ഇന്നത്തെ ഇൻഫർമേഷൻ ഓഫ് ദ പബ്ലിക് എന്ന് പറയുന്നത് മൾട്ടി ട്രാക്ക് റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു ചെറിയ മര്യാദയാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് എപ്പോഴും റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നത് റൈറ്റ് ട്രാക്ക് വഴിയാണ്. ആൻഡ് വി കോൾ ഇറ്റ് ആസ് ദ സ്പീഡ് ട്രാക്ക് ഓൾസോ. സ്പീഡിൽ പോകേണ്ടവരും റൈറ്റ് ട്രാക്കിലാണ്, വളരെ സ്ലോ ചെയ്ത് റൈറ്റിലോട്ട് തിരിയുന്നവരും റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് വണ്ടി ഓടിക്കേണ്ടത്. ഓക്കെ, വി എഗ്രി. പക്ഷേ സ്ലോ ആയിട്ട് ടേൺ ചെയ്യുന്ന ഒരാൾ, നേരത്തെയൊക്കെ ഞങ്ങളുടെ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ വളരെ 10-20 സെക്കൻഡ് മുമ്പേ തന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇടുകയും ഒപ്പം ബാക്കിലൂടെ വരുന്ന ഒരു സ്പീഡായിട്ടുള്ള ഒരു വെഹിക്കിളിന് നമ്മളുടെ ലെഫ്റ്റ് വഴി കയറി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരവും കൂടി കൊടുക്കണം. ലെഫ്റ്റ് ഓവർടേക്കിംഗ് ഈസ് എന്താ പറയുന്നത്, ഇല്ലീഗൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ലെഫ്റ്റ് ഓവർടേക്കിംഗ് അല്ല. യു ആർ ഗിവിങ് ദ കൺസെൻറ്റ് ഫോർ ദി അതർ വെഹിക്കിൾ ടു ഗോ എഹെഡ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ സൈഡിൽ കൂടെ തന്നെ അവർ കയറി പൊയ്ക്കോളും. ഈ ഇൻഡിക്കേറ്റർ കാണുമ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലാവും നിങ്ങൾക്കൊരു റൗണ്ട് അബൌട്ട് നിങ്ങൾ എടുക്കാൻ പോവുകയാണ്, റൈറ്റ് ടേണിംഗ് ഉണ്ടെന്നുള്ളത്. സിമ്പിളാണ്. പക്ഷേ പലരും അപ്ലൈ ചെയ്യുന്നുണ്ട്, പലരും അപ്ലൈ ചെയ്യുന്നില്ല. ടോളറന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കും യാത്ര ചെയ്യണം, നിങ്ങളുടെ ഒപ്പം മറ്റ് റോഡിൽ സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങൾക്കും അതുപോലെ പോകാനുള്ള ഒരു അവസരവും അവരെ ബഹുമാനിക്കുകയും വേണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ഒരു ഇതാണ്. ഒരു വ്യക്തിയുടെ ഒരു ഡീസൻസി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഡ്രൈവിംഗിലൂടെയാണ്. ക്യാരക്ടർ മൊത്തം അറിയാം. അതെ, വളരെ റാഷ് ആയിട്ട് ഒരാൾ വണ്ടി ഓടിക്കുന്ന കണ്ടാൽ അറിയാം അയാളുടെ മാനസികാവസ്ഥ എന്താണ്. വളരെ സേഫ് ആയിട്ട് ഓടിക്കുന്ന ഒരാളെ കണ്ടാൽ അറിയാം മാനസികാവസ്ഥ എന്താണ്. അപ്പോൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സമൂഹത്തിനും അത് നല്ലതേ ചെയ്യുകയുള്ളൂ. സോ ഡ്രൈവ് സേഫ്ലി, ഇതൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം. സേഫ് ഡ്രൈവിംഗ് ഓൾവേസ്. നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സാഹചര്യം? അല്ല, ഞങ്ങൾ ഈ സബ്ജക്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ജയറാമേട്ടനോട് ഒരു സജഷൻ പറഞ്ഞു. ഇങ്ങനെ ജയസൂര്യ ഈ സിനിമയിൽ ഒരു ഡൈഹാർഡ് ഫാനാണ് കമൽ സാറിന്റെ. ഈ ലോക്കൽ ബ്ലാക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന കമൽഹാസൻ പടം പറഞ്ഞാൽ ജയസൂര്യയുടെ ക്യാരക്ടർ അവിടെ ഉണ്ട്. കമൽഹാസന്റെ പടത്തിൽ ജയസൂര്യ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കമൽ സാർ ഒരു ഇന്റർവൽ പോയിന്റിൽ വന്ന് നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു ഡെപ്ത് കുറച്ചുകൂടെ കൂട്ടുന്ന ഒരു സീൻ ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. വർക്ക് ചെയ്താൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടുമെന്ന് ജയറാമേട്ടനോട് ചോദിച്ചിട്ട് അങ്ങനെ ജയറാമേട്ടനാണ് അദ്ദേഹത്തിനെ വിളിച്ചത്. പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു ഞാൻ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ എബ്രോഡാണ്, ഞാൻ ഇത്രാം തീയതി ചെന്നൈയിൽ വരും, ചെന്നൈയിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മാനേജറെ വെച്ചിട്ട് ആ മാനേജറാണ് ഞങ്ങൾക്ക് വന്ന് ലൊക്കേഷൻ വരെ പെർമിഷൻ ഓക്കെ ആക്കി തന്നിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ കാറിൽ 10 മണിക്ക് വരുമെന്ന് പറഞ്ഞു ചേച്ചി. നോക്കിയപ്പോൾ 9:15 ഈ മനുഷ്യൻ കയറി വരുന്നു. ഞങ്ങളെ ഒരു ബൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു. അത് ഏതോ റൂമിനകത്ത് പോയി എടുക്കാൻ കിടന്ന് ഓടുക. 10 മണിക്കല്ലേ വരും. നമ്മളെന്താണ് ശീലിച്ചേക്കണല്ലേ കണ്ടേക്കുന്നത്. 10 മണിക്ക് വരുന്ന പറയുന്ന ഒരാൾ 11 മണിയാണ് ഞാൻ വരുന്നത്. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഈ ഒരു ബെൻസ് കാർ വന്നപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യുന്നത് ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ്. എന്നാൽ ഈ നിഖിൽ മുരുകൻ എന്ന് പറഞ്ഞാൽ ഒരു മാനേജർ വിളിച്ച് പറയണ്ടേ സാർ ഓൺ ദ വേ. അവിടെ അതൊന്നുമില്ല. അവരെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഇറങ്ങുന്നു. ഞങ്ങൾ ഈ ബൊക്കെ അവസാനം എല്ലാം കഴിഞ്ഞ് ഷേഖന്റെ കൂടെ നമ്മൾ കാലിലൊക്കെ തൊട്ട് പുള്ളി മാറി. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അത് ആ സിനിമയിലും ഉണ്ട്. ജയസൂര്യ എന്തോ കാല് തൊടാൻ പോയപ്പോഴത്തേക്ക് നമ്മളെ പഠിപ്പിച്ച ഗുരു, അച്ഛൻ, അമ്മ അവരെ മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നൊക്കെ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. അത് അപ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് പുള്ളി ഇത് ഞാനിങ്ങനെ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചങ്ങ് മാറ്റിയ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ പോയിട്ട് വണ്ടിയിൽ നിന്ന് ഒരു ബാഗിനകത്ത് നിന്ന് 2 ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് എന്നെ അനുസരിച്ച് വിളിച്ചിട്ട് ഇതിലേത് വേണമെന്ന് ഞാൻ പറഞ്ഞു. സാർ ഇതിൽ സാറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതായാലും കുഴപ്പമില്ല സാർ. അല്ലല്ല ഉങ്കതാണ് ഡിസൈഡ് பண்ண ഉങ്കതാണ് ഞാൻ അനുസരിച്ച് ഞാൻ ഇങ്കി പിങ്കി ഡോങ്കി. കാരണം ഇതിനകത്ത് ഇപ്പൊ ഏതിട്ടാലും കമൽ സാറല്ലേ അദ്ദേഹം കൊണ്ടുവന്നത്. ഞാൻ ഏതാ പറഞ്ഞ കറക്കി കുത്തി. അയ്യോ സത്യം കേട്ടോ, കറക്കി കുത്തിയ സാധനം ചേച്ചി ഇനി ആ സിനിമ കാണുമ്പോഴത്തേക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് സ്റ്റില്ലടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഒരു നമ്മളെന്താ പറയാ ഒരു വൈറ്റ് മാർക്ക്, ഒരു കറ പോലെ എന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടായത്. പിന്നീട് ഞാൻ കണ്ടിട്ട് ഞാൻ ചെന്ന് സാറിനെ ചൂണ്ടിക്കാണിപ്പോഴത്തേക്ക് ഉങ്ങൾക്ക് അത് ഇഷ്ടം എന്നാണ് അത് ഓക്കെ. എനിക്ക് തെരിയായിരുന്നു അങ്ങനെ ഒരു ഇതുള്ള സ്പോട്ട്. അതുപോലും പുള്ളി പറഞ്ഞില്ല ഇതിനൊരു സ്പോട്ട് ഉണ്ട് നമുക്ക് വേറെ ഇടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ കളറാണ് നമ്മൾ പെട്ടെന്നേ ഒന്നാമത് മൊത്തം ബേസിക്കകത്ത് തന്നെ പുള്ളിയെ കണ്ട് അന്തം വിട്ട് വേർത്ത് കുളിച്ച്. ഞാനൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ആരായാലും ആക്ഷൻ നിറവില്ലു, ഞാൻ ആക്ഷൻ സാർ കട്ട് സാർ എന്നെ സാർ ആക്ഷൻ അതമാതിരി വൻ കോമഡി. അവസാനം പുള്ളി ഡബ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. അപ്പോഴാണ് പുള്ളി എഡിറ്റ് ചെയ്തിട്ട് ഡബ് ചെയ്യാൻ 9:30 വരുമെന്ന് പറഞ്ഞു. എനിക്കറിയാം അദ്ദേഹം 9 മണിക്ക് വരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലത്തെ ഫ്ലൈറ്റിന് പോയില്ല. ഞാൻ തലേദിവസം അവിടെ പോയിട്ട് മദ്രാസിൽ പോയിട്ട് ഞാൻ റൂം എടുത്തിട്ട് 7:30-8 മണിയായപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്ന് കൃത്യം 9 മണിയായപ്പോൾ വന്നു വെച്ചു. 9:30 വരുന്നുണ്ട്. 9 മണിയായപ്പോൾ 4 ഫ്രെയിംസിൽ അവരുടെ സ്റ്റുഡിയോ പ്രിയൻ സാറിന്റെ സ്റ്റുഡിയോയിൽ വന്നാണ് ഡബിങ്ങിന് വന്നത്.
വന്ന് ഡബ്ബിങ്ങിന് ഇതുപോലെ അകത്തിരുന്നിട്ട് പുള്ളി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്നുകൂടെ വേണമെങ്കിൽ പറയണം, എനിക്ക് മലയാളം ഞാൻ കുറേ നാളിന് ശേഷം 23 വർഷത്തിന് ശേഷമാണ് ഞാൻ മലയാളത്തിലുള്ള സിനിമ ചെയ്യുന്നത്. തിയേറ്ററില് അദ്ദേഹത്തിന്റെ ഡയലോഗ് കേൾക്കാൻ പറ്റാത്ത കൈയടിയായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മള് ജീവിതത്തിൽ നമ്മളൊക്കെ ശരിക്കും അതൊക്കെ കണ്ടു പഠിക്കണം. കാരണം ഇതൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, എന്തിനാണ് ഈ ഈഗോ, എന്തിനാണ് ഈ കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ തോന്നിപ്പോകും. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഐക്കൺസ്. അത്രയും വളർന്നത് അതുകൊണ്ടായിരിക്കും ലെജൻഡറി ആയത്. ആ ഒരു അല്ലേ, ഒരു ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് വൈകുന്നേരം 6 മണി വരെ നിൽക്കാന്ന് പറഞ്ഞിട്ട് മീര ജാസ്മിൻ അവിടെ വന്നു അതിന്റെ ഇടയിൽ. അപ്പൊ മീര ആക്ച്വലി ആ സീനിലില്ല. നമ്മുടെ സിനിമയിൽ ആ സീനിൽ കഴിഞ്ഞിട്ട് ഇവർ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ടേക്ക് ഓഫ് വരെ അവർ വെയിറ്റ് ചെയ്യുന്നു. മീരയെ കാണുന്നില്ല. മീര ഇല്ല അങ്ങനെ പോകുമെന്ന് പറയുമ്പോഴത്തേക്കാണ് ലാസ്റ്റ് പാസഞ്ചറായിട്ട് ഈ മറ്റേ നമ്മൾ ആ സ്റ്റെയർ കേസ് ഇല്ലേ, എന്താ പറയുന്നത്, അത് മാറ്റുന്ന സമയത്ത് ഒരു വിൻഡോയിൽ കൂടെ കാണുന്നതാണ് ഇവള് വരുന്നത്. ഇതിന് ലാഡർ ഫ്ലൈറ്റിൽ കയറുന്ന ലാഡർ വണ്ടി ബാക്കിലേക്ക് എടുത്ത് ഫ്ലൈറ്റിന്റെ ഡോർ അടഞ്ഞിട്ട് നമ്മൾ വിൻഡോയിൽ കൂടെ ജയറാമായിട്ട് ഭയങ്കര വിഷമിച്ചാണ്. ഒരു എവിളില്ലാതെ പോകാൻ പോകും. അവർ 3 പേരും മാത്രം ലോകം ചുറ്റാൻ പോകും. നോക്കുമ്പോഴത്തേക്കാണ് ലാസ്റ്റ് പാസഞ്ചർ ആയിട്ട് അവിടെ നിന്ന് ഓടിക്കണം. കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് അതിനുവേണ്ടി മലേഷ്യയിൽ എയർപോർട്ടും ഫ്ലൈറ്റും വരെ ബുക്ക് ചെയ്യുന്നപ്പം കമൽ സാറിന്റെ സീൻ കാണാൻ വേണ്ടി അന്ന് അവിടെ തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന മീര ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് അവിടെ വരുന്നു. വന്നിട്ട് ഇവള് നോക്കിയപ്പോൾ കമൽ സാർ നമ്മളത് കോമഡി പറയുന്നു, നമ്മൾ ചിരിക്കുന്നു, നമ്മൾ ഷോട്ട് എടുക്കുന്നു. എന്നെ വിളിച്ച് സജി എങ്ങനെയെങ്കിലും ഈ സീനിൽ എന്നെ ഒന്നും ഉൾപ്പെടുത്തുമോ പ്ലീസ്, അല്ലെങ്കിൽ ഞാൻ മാത്രം സാറിനുള്ള കോമ്പിനേഷൻ ഇല്ലാതെ ആയിപ്പോവും, ഇവർക്കൊക്കെ എന്ത് ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നീ എന്ത് പറഞ്ഞു, നമ്മളിത് എടുത്തോണ്ടിരിക്കുക തീരെ അതിന്റെ ലാസ്റ്റ് പോർഷനിൽ ഒരു ഷോട്ടിൽ വന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാനിത് കമൽ സാറിന്റെ അടുത്തും പറഞ്ഞ് കൃഷ്ണേട്ടൻ എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്ക് ജയറാമൻ പറഞ്ഞ് അവളുടെ ആഗ്രഹമില്ല, നമുക്ക് മറ്റത് ഓക്കെ പ്രൊഡ്യൂസർ കുറച്ച് ലാഭം ആവട്ടെ, ഫ്ലൈറ്റും വേണ്ട ഇതും വേണ്ട ഈ സ്റ്റെയർ കേസ് ഒന്നും വേണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ കിടന്ന് പറഞ്ഞു കൊച്ചു പിള്ളേരെ കണക്ക് മീര പറഞ്ഞോണ്ടിരിക്കുന്നത്. അതൊരു ലൊക്കേഷനിൽ നിന്നാണ് വന്നത്. ശരിയെന്ന് പറഞ്ഞാൽ ആ അവസാനത്തെ പോർഷനിൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യായിരുന്നു. എന്നിട്ട് ഈ മീര സാർ കമൽ സാർ ഒന്ന് ആ ഡയറക്ടർ, എനിക്കൊന്ന് ത്യാഗരാജൻ സാറോ മറ്റോ ആയിരുന്നു, മറ്റേ പ്രശാന്തിന്റെ ആ പടം ഡയറക്ടർ ചെയ്തു, സാർ ഒന്ന് വിളിച്ചു പറയാം സാർ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരില്ല, നാളെ വന്ന് ചോദിച്ചു. അങ്ങനെ കമൽ സാറോ ശരി അതിനെന്ത് ഞാൻ പറയുന്നത്, കമൽ സാർ ആ ഡയറക്ടർ വിളിച്ചോണ്ട് എൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് മീര ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കമൽ സാർ 6 മണി വരെ നിൽക്കാൻ, കമൽ സാർ 10 മണി വരെ നിന്നു രാത്രി. നമ്മൾ ഇവിടെ ആണെങ്കിൽ 6 മണി കഴിഞ്ഞ് 5:30 ആകുമ്പോഴത്തേക്ക് പോകും. പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളി ആരാധകരെ കണ്ട് പാവം നിറഞ്ഞൊരു മനുഷ്യൻ അല്ലേ. ഞാനൊക്കെ ഒരു ഷോയിൽ അദ്ദേഹത്തിനെ കമ്പയർ ചെയ്യാൻ പോയിട്ട് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കമ്പയറിങ് തെറ്റിക്കാത്ത ഞാൻ പുള്ളിയെ കണ്ട് എല്ലാം തെറ്റിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു സാർ ക്ഷമിക്കണം, നിങ്ങൾ കണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ എല്ലാം തെറ്റിച്ചു. ഒരുപാട് ഈ പ്രോഗ്രാമിന്റെ ഒരുപാട് എപ്പിസോഡ് 1, 2, 3 ഒരാഴ്ച ഞാൻ എഴുതി കാണിക്കും പുലർക്കാരൻ 100ാമത്തെ എപ്പിസോഡ് അപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. സജി ഒരു മാറി ചിന്തിക്കുന്നുണ്ടോ ഈ ഹ്യൂമർ അല്ലാണ്ട് എന്തെങ്കിലും? ഉണ്ട്. ചേച്ചി നമ്മുടെ മാത്യു സാറിനല്ലേ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അതായത് മേഘവും മന്ദാരവും ഒക്കെ എഴുതിയ ഇത് എന്നെ കൃഷ്ണേട്ടൻ എന്നെ എങ്ങനെയാണ് തമാശ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ സീരിയസും പ്രണയവും ഒക്കെ നമ്മളെ മന്ദാരത്തിന്റെ സബ്ജക്ട് എന്തായിരുന്നു ആലോചിച്ചു. ഒരു ഷിജു ഡബിൾ റോള് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് അന്ന് 2005 നമ്മൾ ചെയ്തതാണ്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു പ്രണയകഥ അല്ലെ, സ്നേഹിക്കുന്ന പെണ്ണിന് സ്വന്തം ഹൃദയം കൊടുക്കുന്നു നമ്മൾ വെർബലി ഇങ്ങനെ പറയും, അത് ഒറിജിനൽ ഹൃദയം തന്നെ കൊടുക്കേണ്ടി വരുന്ന ഒരു കഥയാണ്. അങ്ങനെ ഡെപ്തുള്ള സിനിമകൾ എഴുതാൻ കഴിവുള്ള ആളാണ് മാത്യു സാറിന്. അപ്പൊ മാത്യു സാറിന് പക്ഷെ അങ്ങനെ സിനിമ ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷെ എന്താ നാഷണൽ അവാർഡ് കുട്ടിസ് റാങ്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് മേടിച്ച ആളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എപ്പിസോഡിൽ ചേച്ചി വിളിച്ചിട്ട് പറയാം. അപ്പൊ മാത്യു സാറിന് എൻ്റെ അടുത്ത് ഒരു 3-4 വർഷമായിട്ട് പറഞ്ഞ ഒരു പ്രണയകഥയുണ്ട്. അത് പക്ഷെ ഇറ്റലിയിലും വെനീസിലും വേണം അത് ഷൂട്ട് ചെയ്യാൻ. അവിടുത്തെ ഗൊണ്ടോളാസ്, അവിടുത്തെ ഗ്രാൻഡ് കനാൽ, അവിടെ നടക്കുന്ന ഒരു പ്രണയമാണ്. ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ കൊച്ചിയിലുള്ള 2 പേര് അവർ തമ്മിൽ പ്രണയമാണെന്ന് അവർക്കറിയാം, പക്ഷെ അവർ തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷെ അവർ തമ്മിൽ കാണുന്നത് അങ്ങനെ ഒരു ഭൂഖണ്ഡങ്ങൾ കടന്ന് പോയതിന് ശേഷമാണ് എന്ന് പറയുന്ന ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു പ്രണയകഥ. അപ്പം ഞാനത് അതിൻ്റെ ഒരു പറയുന്ന ഒരു വൈഡ് ക്യാൻവാസ് ആയതുകൊണ്ടുള്ള ഒരു കാലതാമസം, പിന്നെ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനിലെ ഒരു സ്റ്റാർ വേണം. അപ്പം എനിക്കതെൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് പോലെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു സിനിമയായിരുന്നു. കമ്മിങ് ബാക്ക് ടു ഹാപ്പി ഹസ്ബൻഡ്സിൽ ഈ റിമാർക്ക് അല്ലെങ്കിലും നമ്മളൊരു കോമഡി താരമായിട്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷെ അവരതിനകത്ത് വന്നപ്പോൾ അവരെ കണ്ടാൽ പോലും ആൾക്കാർക്ക്
റീമ ആക്ച്വലി ഋതു എന്ന് പറഞ്ഞ സിനിമയിലാണ് വരുന്നത് അല്ലേ, ശ്യാം സാറിന്. അതിനുശേഷം റീമ അഭിനയിക്കുന്ന മൂന്നാമത്തെ മറ്റോ സിനിമയായിരുന്നു അത്. അപ്പം ആ ഒരു ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കിടക്കുന്ന അവിടെ പിന്നെന്താ എനിക്ക് സിബി സാറിന്റെ പടം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തോ രണ്ടു സീൻ. അപ്പൊ എല്ലാരും ഞാൻ ഈ റീമ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അത് ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഷീ ടാക്സിയിലും ഗണേശൻ ഇന്നേ വരെ നമ്മൾ റിവ്യൂസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഗണേശൻ നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പർ എടുത്തു കഴിഞ്ഞാൽ ബാബുരാജേട്ടൻ എപ്പോഴും അത് ബ്രേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ അത് ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ അത് കാണിക്കുമ്പോഴത്തേക്കാണ് ആക്ടർക്ക് ഒരു ആക്ടർ ആണെന്നുള്ളത് തെളിയിക്കാനുള്ള സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ അല്ലാതെ അതിന് ക്ലീഷേ റോൾസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അവരൊരു ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ സിദ്ദിഖിനെ പോലുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ ജയസൂര്യയൊക്കെ പല സിനിമകളിൽ നമുക്ക് കാണാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്, മെലിയാറുണ്ട്, പട്ടിണി കിടക്കാറുണ്ട്, മുട്ടയടിക്കും. അപ്പൊ ഞാൻ തന്നെ ജയസൂര്യ എടുത്ത് ഇവർ പേഴ്സണൽ ബന്ധമാണ് അനൂപിന്റെ അടുത്ത്. ഞാൻ മെലിഞ്ഞിരിക്കുന്നതിന്റെ രഹസ്യം എന്റെ അടുത്ത് അതിന്റെ ഉത്തരവാദി ഇന്ന് പുലർക്കാലത്തിൽ കാണിക്കുകയാണ് സജയ് സൂര്യ. എന്നെ തോന്നുന്നു ചേട്ടൻ കുറച്ച് നല്ല ട്രിമ്മായി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ ആഹാരം കഴിക്കാതിരിക്കുകയാണ്. എന്നെ പെടുത്തി 10-15 വർഷമായി. എന്റെ പരാതികൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ്. സജിയുടെ സിനിമകൾക്കെല്ലാം ഒരു ഇംഗ്ലീഷ് നെയിം വരുന്നത്. ഞാനത് കുറെ നേരമായിട്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വന്നത് ഇംഗ്ലീഷ് ആംഗ്രി ബേബീസ്, ഫോർ ഫ്രണ്ട്സ്, ഹസ്ബൻഡ്സ് ഇൻ ഗോ, ഷീ ടാക്സി മലയാളത്തിൽ എന്ത് പറയും ചേച്ചി? അപ്പൊ സീരിയലിലാണെങ്കിൽ ഷീ ടാക്സി മലയാളത്തിൽ എന്ത് പറയും? ഞാൻ ആംഗ്രി ബേർഡ്സ് എന്നായിരുന്നു ചേച്ചി എന്റെ ആദ്യത്തെ പേര്. അപ്പം നമുക്ക് ഒരു ഇത് വന്നു, കോപ്പിറൈറ്റ് പ്രോബ്ലം വന്നു. റയോ ഇന്റർനാഷണൽ ഫിൻലാൻഡിൽ നിന്ന് ഞങ്ങളുടെ സംഭവമാണ്, നിങ്ങൾ എടുക്കേണ്ടത് ഈ പേരെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അനൂപരുടെ ഇത് ഇത്രയും നല്ല നമുക്ക് കഥയായിട്ട് നല്ല ചേരുന്ന പേരായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ അതിനെ മലയാളീകരിച്ചിട്ട് കലിപ്പ് കിളികൾ. ഭയങ്കര നോവൽറ്റിയാണ്, എല്ലാരും ചർച്ച ചെയ്യും. ഞാൻ ചുമ്മാ ഇരുന്ന് കലിപ്പ് കിളികൾ. നീ ഒരു കാര്യം പറയാം, ഞാൻ ആംഗ്രി ബേബീസ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പക്വതയില്ല, നിങ്ങൾ രണ്ടും കുട്ടികളെ പോലെ ബേബീസിനെ പോലെ കിടന്ന് അടി ഉണ്ടാക്കുന്നതാണ് ഈ സിനിമ. ആംഗ്രി ബേർഡ്സ് ഫുൾ ടൈം ബേബീസ് അതുകൊള്ളാം. അതുകൊണ്ട് കലിപ്പ് കിളികളൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് പലതിനും ചിലപ്പോൾ മലയാളം വന്നു കഴിഞ്ഞാലേ, ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അവിടെ ഇപ്പം സ്ട്രിക്റ്റ് ആണ്. ഇട്ട് കഴിഞ്ഞാൽ അവര് സബ്സിഡിയോ എന്തൊക്കെ ഗവൺമെന്റിന്റെ സംഭവമാണ്. അപ്പൊ അതിന് മലയാളത്തിൽ അങ്ങനെ അന്ന് ഞങ്ങൾ ചിലപ്പോൾ കലിപ്പ് കിളികളെന്ന് കിടേണ്ടി വന്നതിനെ. അപ്പൊ അതുകൊണ്ട് അതങ്ങ് മനഃപൂർവ്വമല്ലേ. ഇപ്പൊ നമ്മൾ സിദ്ദിഖ് ലാൽ അവരുടെ ലാലേട്ടന്റെ സിദ്ദിഖ് സാറിന്റെ സിനിമ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് 90% ഇപ്പൊ കാബൂളി വാല ഒരു ഹിന്ദി ഉണ്ടെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ലാസ്റ്റ് സിനിമ ഭാസ്കർ ദ റാസ്കൽ വരേക്കും ഇംഗ്ലീഷ് ടൈറ്റിൽസ് ആണ്. എല്ലാ ഡയറക്ടേഴ്സിനും ഒരു സ്പെഷ്യൽ സജി. ഇപ്പൊ മലയാള സിനിമയുടെ ഒരു അവസ്ഥ പൊതുവെ സിനിമാ രംഗത്ത് വലിയ പ്രശ്നങ്ങളാണ്. മലയാള സിനിമ വലിയ പ്രതിസന്ധിയാണ്. ഒരു 100 ചിത്രങ്ങൾ ഇറങ്ങിയ 5 എണ്ണം വിജയിക്കില്ലേ 6 എണ്ണം വിജയിക്കും. തിരുത്താനുള്ള ഒരു പടമാണ് ഷീ ടാക്സി. കണ്ടു നോക്കും ആൾക്കാർ. അല്ല, ഇത് മലയാള സിനിമയുടെ പ്രതിസന്ധി എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലത് എപ്പോഴാണ് സ്വീകരിക്കപ്പെടാതിരുന്നിട്ടുള്ളത്. നല്ല സിനിമകൾ അല്ലെ, നല്ല സിനിമ വെച്ചാൽ ജനത്തിന് ഇഷ്ടപ്പെടുന്ന, ജനത്തിന്റെ പൾസ് അറിഞ്ഞിട്ടുള്ള എല്ലാ സിനിമയും. ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സ് ആവട്ടെ, ദൃശ്യമാവട്ടെ, ബാംഗ്ലൂർ ഡേയ്സ് ആവട്ടെ, മാർക്കറ്റിംഗിന്റെ ഡയറക്ട് ചെയ്യുന്നതൊക്കെ വായിച്ചപ്പോ എല്ലാരും അതെ. ഇപ്പൊ ലാസ്റ്റ് നിവിൻ പോളുടെ നമ്മുടെ വടക്കൻ സെൽഫി വരേക്കും നമ്മൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അവരെ എന്റർടൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ത്രില്ല് അടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടോ അത് രസകരമായിട്ട് തന്നെ പോകും. സജി എന്തെങ്കിലും ഒരു റിയലിസ്റ്റിക് മൂവി ഒക്കെ ചെയ്യോ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആ ഒരു പ്രണയകഥ അതെന്നൊക്കെ പറഞ്ഞാൽ പക്ക മാത്യു സാറിന്റെ റിയലിസ്റ്റിക് രീതിയിലുള്ള എഴുത്താണല്ലോ ചേച്ചിക്ക് അറിയാം. അതിനകത്ത് ഒരു ഫാന്റസി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സംഭവം. ഞാൻ ഷിബു ചക്രവർത്തിയുടെ ഒരു കഥ ഈ അടുത്ത കാലത്ത് കേട്ടോ, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷെ അതിനകത്ത് കുറച്ച് ഫണ്ണാണ്, എന്നാലും ഒരു രസം. അതാണ് ഞാൻ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ 2 ഷോ ഉണ്ട്, കൊച്ചിയിൽ നിന്ന് ഒരു ഷോ ഉണ്ട്. നമ്മുടെ ഈ ഷീ ടാക്സി ഈ പിള്ളേർ കിടന്നിരിക്കുന്ന നമുക്ക് എന്താ അവർക്ക് വേണ്ടി ചെയ്യാൻ കൊടുക്കാൻ പറ്റും? അവർ ഒരു 2.5 മണിക്കൂർ നമ്മൾ അല്ലെ അച്ഛനമ്മമാരെ കൊണ്ട് മക്കൾ ഇങ്ങനെ സന്തോഷിക്കുന്ന കാണുന്നത് നമുക്കൊരു ഭാഗ്യല്ലേ എന്ന് പറയാം. അപ്പൊ നമ്മൾ അവർ ഓർക്കില്ലേ? ഇന്നലെ കാവ്യയുടെ ഒരു മെസ്സേജ്, ഒരു കുഞ്ഞിന്റെ ഒരു വീട്ടിൽ നിന്ന് അച്ഛനമ്മ ആ കുഞ്ഞ്, അത് 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയാത്ര, അത് കാവ്യ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ മൊബൈൽ കിടപ്പുണ്ട്. ഈ കുട്ടിയുടെ വോയിസ് മെയിൽ, ഈ കുട്ടി വാദോരാതെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ട് ആ കുട്ടി ചിരിക്കുക. അത് അവർ റെക്കോർഡ് ചെയ്തിട്ട് കാവ്യക്ക് അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത് നമുക്ക് റീച്ച് വേണം. അതാണ്. അപ്പൊ ആ കുട്ടി അത് റെക്കോർഡ് ചെയ്ത് ഈ കാവ്യക്ക് എത്തിച്ചേക്കുന്നു.
ആ കുട്ടി എന്നിട്ട് കാവ്യയുടെ ഡയലോഗ്സ് ഫുള്ള് പറയുക ചേച്ചി. കാവ്യ കാട്ടിൽ കിടന്ന് വിളിക്കുന്ന ഉൾപ്പെടെയുള്ള ഡയലോഗ്സ് മുഴുവൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തൊക്കെയാണ്. എൻ്റെ ഫ്രണ്ട് ഡോക്ടർ അഞ്ജന എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അല്ല, എൻ്റെ വൈഫിൻ്റെ ക്ലാസ്മേറ്റ് ആണ്, എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിലായിരുന്നല്ലോ. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ വളരെ ഈ ഫേമസ് ഡോക്ടറാണ്, റിനെ മെഡിസിറ്റിയിലേക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റാണ്, അപ്പോൾ സ്കിൻ സ്പെഷ്യലിസ്റ്റൊക്കെയാണ്. അവള് അതിൻ്റെ മോള് നേഹ, അതിന് ഈ പറഞ്ഞ 1ാം ക്ലാസ്സിൽ എന്ത് പഠിക്കുന്നു. ഈ കുട്ടി ഈ സിനിമ പോയി കണ്ട് തലതല്ലി ചിരിച്ചിട്ട് രാവിലെ വന്ന് എണീറ്റ് ആ അപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇന്റർകോം വഴി വിളിച്ചിട്ട് തലേ ദിവസം സിനിമയെ കുറിച്ച് പറഞ്ഞിട്ട് അവര് ഫിക്സ് ചെയ്തു അന്നൊന്നും കൂടെ പോകണമെന്ന്. എന്നിട്ട് അഞ്ജന അടുത്ത് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ താൻ ഇത് എന്തുകൂടെ കാണിച്ചു, എനിക്കിന്ന് മറ്റേ ക്ലിനിക്കിൽ പോകണോ, താൻ എന്റെ മോളിതാ അവള് പ്ലാൻ ചെയ്ത് എല്ലാരെയും വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോകാൻ മര്യാദക്ക്. ഇതാണ് ഞങ്ങളുടെ വിജയം. 2ാമത് പിള്ളേരെ കാണണമെന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്, ഒരു ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന സിനിമയിലൂടെ. സിനിമ എന്ന് പറയുന്നത് നമ്മളൊരു മെസ്സേജോ പഠിപ്പിക്കാനുള്ള ഒരു മാധ്യമമായിട്ടുള്ള ഒരു എന്റർടൈനിങ് മാധ്യമമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം റിലാക്സ്. ചേട്ടൻ പറഞ്ഞില്ലേ വീട്ടില് CD DVD ഹാപ്പി ഹസ്ബൻഡ്സിന്റെ DVD ഉണ്ട്. പല സങ്കടങ്ങളും ഞങ്ങൾ വായിക്കുന്നത്. ക്ലാസിക്സ് ഒക്കെ ഉള്ള പുസ്തകമുണ്ട് വായിക്കാൻ. അല്ലെങ്കിൽ ക്ലാസിക് സിനിമകളാണെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഈ വെക്കേഷൻ അങ്ങനെയുള്ള സിനിമകൾ മോശമെന്നല്ല, നമ്മൾ എന്താ കൊടുക്കണ്ടേ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ അവർ ആസ്വദിക്കുക എന്നുള്ളത്, അത് അതിനകത്തുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതൊരു ഉദാത്തമായ സിനിമയല്ല, ഇത് ഇന്നവരെ പറഞ്ഞിട്ടില്ലാത്ത ടൈപ്പ് സിനിമയല്ല, ഇതിനകത്ത് വലിയ പുതുമകളും ഇല്ല, ഹ്യൂമറൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായ ഒരു അളവിൽ നമ്മൾ ചേർത്തപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പുള്ളി ഒരു കുഗ്രാമത്തിൽ താമസിക്കുന്നത്. പുള്ളി പറഞ്ഞു, നിങ്ങൾക്കൊക്കെ മോളും ഗോൾഡ് സൂക്കും ഒക്കെ ഉണ്ട്, ഞങ്ങളെ പോലത്തെ പാവപ്പെട്ടവർക്ക് ഷീ ടാക്സി ഒക്കെ ഉള്ളു. ഞങ്ങൾ അവിടെ പോയി ചിരിക്കും, ഡെയിലി പോയി കാണാണ്, ഡെയിലി അപ് ടു ഇന്റർവെൽ എപ്പോഴാണ് അവർക്ക് കാണുന്നത്. ഇപ്പൊ ഒരു മൂവി തിയേറ്റർ പോലെ 24 hours ഇട്ടാൽ പോലും ഇറ്റ്സ് ഗുഡ്. കാരണം അവർക്ക് സജി പ്രതീക്ഷിക്കുന്ന ഒരു അവാർഡ്. സജി ഡയറക്ട് ചെയ്യുമ്പോഴും ടൈറ്റിൽ ഇട്ടപ്പോഴും പ്രതീക്ഷിച്ചത് തന്നെയാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതിനകത്ത് അത് കണ്ടിട്ടല്ലേ സജിക്ക് ഇനി 2 പടങ്ങൾ വേറൊരു പ്രൊഡ്യൂസർ സജിയെ വിശ്വസിച്ച് ഏൽപ്പിക്കും. അല്ല, തീർച്ചയായും അവരും ഇത് എൻഡ് ഓഫ് ദി ഡേ ഈ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന പ്രൊഡ്യൂസർക്ക് കളക്ട് ചെയ്യണ്ടേ ചേട്ടാ. നമ്മളൊരു ഭയങ്കര ത്രില്ലർ, ഒരു ആക്ഷൻ പടം എന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ പോകും. ഇതാണെങ്കിൽ ഈ കുട്ടി, ഞാൻ പറഞ്ഞ നേഹയുടെ ഉദാഹരണം നടക്കുക, ആ അപ്പാർട്ട്മെന്റ് റെഡിയായി അന്ന് പോകാനായിട്ട്. അവിടെ നിന്ന് 5 ഫാമിലി പോയി കഴിഞ്ഞാൽ മിനിമം 15 ടിക്കറ്റ്. അച്ഛൻ അമ്മ ഒരു കുട്ടിയെ കൂട്ടിയാൽ 2 കുട്ടിയെ കൂട്ടുന്നില്ല. 5 into 3 15 ടിക്കറ്റ്സ് അന്ന് വരികയാണ് ഒരു അപ്പാർട്ട്മെന്റ്. അത് മാത്രമല്ല എത്ര ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നവരുള്ളത്, 10 ലക്ഷം 20 ലക്ഷം. അവര് ഷീ ടാക്സി ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചാൽ മതി. ഇതൊരു 150 days സ്മൂത്ത് ആയിട്ട് പോകും. തിരിച്ചും ഈ പ്രേക്ഷകർ സിനിമ തിയേറ്റേഴ്സിലോട്ട് വരണം, ഈ സിനിമ ഇൻഡസ്ട്രി വീണ്ടും പഴയതുപോലെ ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ഇത്തരം ഫൺ ഫിൽഡ് മൂവീസ് ഒക്കെ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. അതെ, ആള് നിറഞ്ഞു പോകുമ്പോഴാണ് തിയേറ്ററുകാർ ഇതാവുന്നത്, സിനിമ പ്രൊഡ്യൂസേഴ്സ് ഇറങ്ങുന്നത്, നല്ല നല്ല സിനിമകൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അവർ ബാക്കിലോട്ടാവും. എന്തിന് ചാനൽസ് സാറ്റലൈറ്റ് എടുക്കാൻ തയ്യാറാവുന്നത്. അല്ലാതെ നമ്മൾ സാറ്റലൈറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മളൊരു ഉത്തരവാദിത്വം, നമ്മളാണ് മെയിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. നമ്മൾ ജനം കാണുന്ന സിനിമ എടുക്കുമ്പോഴാണ് ഇത് ചാനലുകാർ നമുക്ക് സിനിമ റിലീസിന് മുമ്പ് പൈസ തന്നു കഴിഞ്ഞു. അപ്പം അതിനുശേഷം ഇവിടെ പരാജയപ്പെട്ടിട്ട് ഒരു വിശ്വാസമാണ്, പരാജയപ്പെട്ടിട്ട് അവിടെ ഇത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ പരാജയപ്പെട്ടത് മാർക്കറ്റിങ്ങിന് ചിലപ്പോൾ പരസ്യക്കാർ ഇത് ചാനലിൽ വന്നാലും ഗുണമില്ലാന്നുണ്ട്. അപ്പൊ അവര് നമുക്ക് ക്രോർസ് തന്നിട്ട് അവർക്ക് അപ്പൊ അവര് പറയുന്നത് ശരി, ഇനി നിങ്ങൾ എടുത്തിട്ട് വിജയിച്ചിട്ട് തരാമെന്ന് അവര് പറഞ്ഞാൽ എന്താ തെറ്റ്? അപ്പം നമ്മളാണ് ഉത്തരവാദികൾ. അപ്പം നമ്മൾ തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മാക്സിമം ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും, പ്രൊഡ്യൂസർ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, തിയേറ്റർ ഉണ്ടാവും, ചാനലുണ്ടാവും, ജനങ്ങളും ഉണ്ടാവും. സജി, വലിയ സന്തോഷമായി സജിയോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ. ഇനി ഒരുപാട് പ്രോജക്ട്സ് ഇതുപോലെ വരട്ടെ. ഞങ്ങൾക്ക് ഒരു സ്വകാര്യ സന്തോഷം, അഹങ്കാരമുണ്ട് കേട്ടോ. സജി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത്, നേരത്തെ പറഞ്ഞില്ല, എന്റെ സ്വന്തം ചേച്ചി എന്ന് പറയുന്നതിൽ ഒരു വലിയ സന്തോഷമാണ്, വലിയ ആനന്ദമാണത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു സംഘുവിന്റെ അടുത്ത്, ഞാൻ ചേച്ചിയുടെ ഇന്റർവ്യൂ ആണ്, അപ്പൊ വീട്ടിലേക്ക് പോകണം, അവളെ എടുത്താലും വീട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഞങ്ങളുടെ ഒരു വലിയ സന്തോഷം. മേക്കപ്പ് ഇടാൻ ഞാൻ വേണ്ട, ചേച്ചിയെ കാണാനില്ലേ എന്നുള്ളൊരു, എന്നാലും പിന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് പുലർക്കാലത്തിന് ഇന്റർവ്യൂ ഫോർമാറ്റ് അല്ല, ബൈസെപ്സ് ഞാൻ കണ്ടു പലപ്പോഴും സംസാരിക്കുമ്പോ കയ്യില്. ഇതോ ഒരു നടനാവാനുള്ളതിന്റെ തുടക്കം. ഞാൻ ഈ ഷീ ടാക്സിൽ 3 ഷോട്ടിലുണ്ട്, 3 ഷോട്ട് ഫോൺ ചെയ്യുന്നത്. എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഒന്നുമില്ല, അനൂപ് പിടിച്ചു നിർത്തിയ ഷിംലയിൽ വെച്ചിട്ട് ഒരു ഫോൺ കട്ടിന് പിടിച്ചു നിർത്തിയാണ്, അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല, ആഗ്രഹം. നമ്മുടെ വാട്സാപ്പില് കിട്ടില്ല 4-5 ഫോട്ടോ കണ്ടപ്പോ ഞാൻ സജി
ഇതെന്താ തമിഴ് സിനിമയിൽ നായകനാവാനുള്ള ഒരു സെറ്റപ്പ് ആണോ? എന്നെ വിളിച്ചിട്ട് ചേച്ചി പണ്ട് ആരെ പോലെ ഇരിക്കുന്നു, ശ്രീകാന്തോ ശ്രീകാന്ത് കാർത്തിയോ അങ്ങനെ ശ്രീകാന്ത് ചേച്ചി എനിക്ക് കാർത്തിയുടെ ഫേസ് കാർത്തി ശ്രീകാന്ത് എന്നൊക്കെ ചേച്ചിയാണ് ആദ്യം പറഞ്ഞത്, നീ അഭിനയിക്കാൻ പോകും. ഞാൻ പറഞ്ഞു ഇല്ല. തമിഴിലോട്ടൊക്കെ നോക്കുന്നുണ്ടോ? സിനിമ UTVയുടെ എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ UTVയുടെ പ്രോജക്റ്റാണ് ഹസ്ബൻഡ്സ് ഇൻ ഗോവ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അത് റീമേക്ക് ചെയ്യാൻ സന്താനം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ കാര്യം വെച്ചാൽ നമ്മൾ ഇവിടെ വിട്ട് അവിടെ പോയി ക്യാമ്പ് ചെയ്ത് അതിനായിട്ട് അങ്ങനെ കുറേ മാസങ്ങൾ. അപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത ഷീ ടാക്സി അല്ല മറ്റേ ആംഗ്രി ബേബീസ് റെഡിയായി. അങ്ങനെ പിന്നെ അതിൽ പോയില്ല. എപ്പോൾ വേണോ സ്പേസ് ഉണ്ട്. തമിഴിലാണെങ്കിൽ UTV അവർ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണോ. ഇതും ഈ ഷീ ടാക്സിയെ കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്ക് കമ്മിറ്റ്മെന്റ് ആയി. അപ്പൊ എല്ലാ പ്രേക്ഷകരും അറിയാമല്ലോ, ടാക്സി മറക്കാൻ ഉറഞ്ഞൊന്ന് ചിരിക്കുകയും ഒന്ന് സന്തോഷിക്കുകയും അതുപോലെ തന്നെ പോക്കറ്റിൽ നിന്ന് പോകുന്ന ആ പൈസ തിരിച്ച് അതിന്റെ 10 ഇരട്ടി മൂല്യം നൽകുന്ന ഒരു സംവിധായകനാണ് സജി. നമ്മൾ ഇപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എബ്രഹാം മാത്യു. അദ്ദേഹം നമ്മൾ ഷിംല വരെ പോകാൻ സമ്മതിച്ചു. അതായത് ഇതൊരു ഇപ്പൊ വലിയ താരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ പാട്ടുകൾ അതിന്റെ ഏറ്റവും നല്ല പാട്ടുകളാണ്. ഇതിന് ഇറങ്ങിയപ്പോൾ തന്നെ ഹിറ്റായി കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണത്. അപ്പൊ ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഷിംല വരെ നമുക്ക് മൈസൂർ കുടക് ഒക്കെ പോയി. അപ്പൊ അതിനൊരു പ്രൊഡ്യൂസർ എബ്രഹാം മാത്യു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മള് അവർക്കൊരു വിശ്വാസമാണ്. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ വിശ്വാസം തെറ്റിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇനി നമ്മൾ സിനിമ എടുക്കാം. ഇപ്പൊ ഇനിയിപ്പോൾ ഉള്ള ഒരു പ്രോജക്റ്റ് അനൂപിനെ വെച്ചിട്ടാണ് ഒരെണ്ണം പുളുവൻ മത്തായി. അതും ഫണ്ണാണ്. ദിലീപേട്ടനെ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് തമ്പിച്ചനും തായ്ലാൻഡ്. തായ്ലാൻഡിൽ പോകുന്ന ഒരു തമ്പിച്ചന്റെ കഥയാണ്. ഭയങ്കര രസമുള്ളതാണ്. ഫുൾ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ മറന്നു പേര് തമ്പിച്ചൻ. അപ്പൊ എല്ലാ ഭാവുകങ്ങളും സജി ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. Thank you so much. Thank you very much, Saji. Selfie of the day. Congratulations. കിട്ടുന്നത് ഒരു ടീഷർട്ടാണ്. ജീവൻ TV ബ്രാൻഡിൽ നൽകുന്ന ഒരു ടീഷർട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഗ്രീറ്റിംഗ്സ് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാനുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ സംവിധായകൻ സജി സുരേന്ദ്രൻ ഇവിടെ നമ്മളോടൊപ്പം സമയം ചിലവഴിച്ചു. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം സംവിധാനം ചെയ്ത ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ചിത്രത്തിന്റെ പേരെന്താണ്? ഇതിൽ കൂടുതൽ ഈസിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ചോദിക്കാനില്ല. പക്ഷെ എന്തായാലും പലർക്കും അതിലൊരു ക്ലൂ ആവശ്യമുണ്ടെന്ന് കുട്ടികളൊക്കെ ഇപ്പോൾ TVയുടെ ഫ്രണ്ട് ഇരുന്ന് ചോദിക്കുന്നുണ്ട്. ഐ വിൽ ഗിവ് എ ക്ലൂ. അത് ഓട്ടോറിക്ഷ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോറിക്ഷ കൈതട്ടി വിളിച്ച് കയറിപ്പോവും. ഇതിന് ഒരു 5 or 6 പേരെ കൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു വണ്ടി വിളിക്കുമോ അതാണ് ആ പടത്തിൻ്റെ പേര്. പക്ഷെ ഈ പടത്തിൽ ആ വാഹനത്തിന് ഓടിക്കുന്ന ഡ്രൈവർ കാവ്യ മാധവൻ. അപ്പോൾ ആ സിനിമയുടെ പേരെന്താണ്? ശരി ഉത്തരങ്ങൾ ഞങ്ങൾ എളുപ്പമാണ്. ഇനിയിപ്പം എഴുതി തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് എഴുതി അയച്ചോളൂ. ഒപ്പം നിങ്ങളുടെ നല്ല സെൽഫീസ്. അതെ, ഇതിലെല്ലാം കൂടി ചേർത്ത് എല്ലാ മാസവും കൂടുമ്പോൾ ഒരു ബമ്പർ സമ്മാനമുണ്ട്. സോമ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള 2 night സ്റ്റേ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ ഉടനീളം ഈ റിസോർട്ടുകൾ ഉണ്ട്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാം. ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളും കൂടി ഞങ്ങളുടെ ഈ പുലർകാലത്തിന്റെ ഒരു പങ്കാളിയാകണം. എഴുതി അറിയിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, മെസ്സേജസ്, ഗ്രീറ്റിംഗ്സ്, സെൽഫി, ആൻസർ എല്ലാം കൂടി അയക്കുക. അതിൽ നിന്നും ഒരു മാസം കൂടുമ്പോൾ ഞങ്ങളൊരു വിജയെ തിരഞ്ഞെടുക്കും, സമ്മാനം നൽകും. അപ്പോൾ പുലർകാലത്തിന്റെ സമയം പൂർണ്ണമായി. നാളെ രാവിലെ 7:30 മണിക്ക് വീണ്ടും കാണാം. സോ ലെറ്റ്സ് ടേക്ക് എ സെൽഫി പുള്ളി.